guys. Hey guys. Hey guys. അത്രയും വേണ്ട. Hey guys. Tomorrow we are going for our first international trip. Guys, എൻ്റെ റൂം ഭയങ്കര വൃത്തിയായിട്ട് കിടക്കുകയാണ്. ഇനിയിപ്പോൾ ഇതും കൂടെ ചെയ്യുമ്പോൾ ഒന്നുകൂടെ വൃത്തികേടാവും. ഇതെല്ലാം വന്നിട്ട് ഞങ്ങൾക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ പാക്ക് ചെയ്യേണ്ട പരിപാടി ആയതുകൊണ്ടാണ് ഒന്നുകൂടി ഇത് വൃത്തിയായി കിടക്കുന്നത്. അല്ലെങ്കിൽ എൻ്റെ റൂം നല്ല നീറ്റാണ്. അപ്പം ഗൈസ്, നമ്മളിപ്പോൾ ഏത് പെട്ടി എടുക്കണം? ആ പെട്ടി വേണോ ഈ പെട്ടി വേണോ എന്ന് ഇച്ചിരി കൺഫ്യൂഷൻ. കാരണം നമുക്ക് 10 കിലോ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഏത് സ്ഥലമാണെന്നൊക്കെ നാളെ നമ്മൾ പറയും. ഓക്കെ, ഈ നാളെ പറഞ്ഞാൽ ഇങ്ങനെ ശരിയാവും. അപ്പം എൻ്റെതാ ഗൈസ്, എൻ്റെ കയ്യിൽ മൊത്തം തുണി ലിജിയുടെ കയ്യിലാണ്. എനിക്ക് ഒറ്റ തുണിയല്ല ഗൈസ് വന്ന് എന്തൊരവസ്ഥയായി എൻ്റെ ആലോചിക്കുമ്പോൾ എനിക്ക് തന്നെ ഭയങ്കര വിഷമമുണ്ട്. അതിനിടയ്ക്ക് ഇവൻ ഇവിടെ കയറി നടക്കുമോ, ഇവൻ നടക്കുമോ, ഇപ്പൊ എന്നെ കടിച്ചിട്ടോടി. ഇവന് കടി ഒരു രസാണ്. എന്താണ് എടുക്കണ്ടേ ഇവന് തിന്നണ്ടെന്ന് ഒരു വിചാരമില്ല. എന്തെങ്കിലും കിട്ടണം, അത് തന്നെ എടുക്കും. നമ്മൾ അങ്ങനെ അൽബേനിയ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നമ്മൾ എവിടെ വന്നിരിക്കുന്നത് അറിയോ? നമ്മളിപ്പം എയർ പാർക്കിങ്ങിലാണ് വന്നിരിക്കുന്നത്. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മള് ഇവിടുന്ന് ഒരു ബസ്സിന് നമ്മൾ പോകും നമ്മുടെ എയർപോർട്ടിലേക്ക്. എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കണ്ട. അടുത്തടുത്ത് ഓരോ ബസ് വന്നോണ്ടേയിരിക്കും. എയർപോർട്ടിലേക്ക് മാത്രമാണ് പോകുന്നത്. ഇതാണ് നമ്മുടെ ബസ്. ഈ ബസ്സിലാണ് നമ്മളിൽ പോകാൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ബാഗേജ് എടുത്ത് നമ്മൾ പോവുകയാണ് ഗൈസ്. അപ്പൊ ശ്രീജു, നമുക്ക് പോവാം. ഇവിടെയാണ് ഗൈസ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ശ്രീജു പോവുകയാണ്. നോക്കാൻ എന്താകുന്നു ഗൈസ്. സാധാരണ നമ്മുടെ ഇവിടുത്തെ ബസ് പോലെ തന്നെയാണ്. നമുക്ക് സ്ഥലങ്ങളൊക്കെ വെക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലമൊക്കെ ഉണ്ട്. കണ്ടോ? സ്മൈൽ പ്ലീസ്. നമ്മൾ അങ്ങനെ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സോറി. ഇതിലാണ് നമ്മൾ കേറാൻ പോലെ. ഫൈനലി ഗൈസ്, കുറെ കടമുകൾ കടന്ന് നമ്മൾ അവസാനം കേറിയിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം.